നമ്മെ അലട്ടുന്ന അസ്വസ്ഥതകളെ മറികടക്കാൻ പറ്റിയ ഒരു കളർ ബ്രീത്തിങ് എക്സസൈസ് ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ദിവസം ഒരു 5 മിനിറ്റ് ഡെഡിക്കേറ്റ് ചെയ്താൽ മതി. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാം, നിങ്ങൾ 2 കളർ സെലക്ട് ചെയ്യണം. അതിലൊരു കളറ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനാണ്? ശാന്തതയെയും സമാധാനത്തെയും സന്തോഷത്തെയും റെപ്രസെൻ്റ് ചെയ്യണം. രണ്ടാമത്തെ കളറ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനായിരിക്കണം? നിങ്ങൾക്കുണ്ടാകുന്ന ഉത്കണ്ഠകൾ, ടെൻഷന്, വേജാറ്, അതുപോലത്തുള്ള എല്ലാ നെഗറ്റീവ് എമോഷൻസിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കണം രണ്ടാമത്തെ കളർ. അപ്പം ഞാൻ ഒരു ബ്ലൂ കളറ്, ആകാശത്തിൻ്റെ നീല കളറ് റിലാക്സേഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എൻ്റെ ഉത്കണ്ഠക്കും ആശങ്കക്കും വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ കളറും തിരഞ്ഞെടുത്തു. നിങ്ങൾ ഏത് കളറാണ് തിരഞ്ഞെടുത്തത് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയുക. എന്നിട്ട് ഒരു ക്വയറ്റായിട്ടുള്ള ശാന്തമായൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. ഒന്നുകിൽ അവിടെ കിടക്കുക, അല്ലെങ്കിൽ ശാന്തമായിട്ടിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും നിങ്ങളെ ബ്രീത്തിങ്ങിലേക്ക് കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, കണ്ണുകൾ അടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ ബ്രീത്ത് ഇൻ എടുക്കുമ്പം നിങ്ങൾ നേരത്തെ കണ്ട ആ ബ്ലൂ കളർ, നിങ്ങളുടെ ശാന്തതയുടെ കളർ നിങ്ങളുടെ ശരീരത്തിലേക്ക് മുഴുവനായിട്ടും വ്യാപിക്കുന്നതായിട്ട് നോക്കുക. ബ്രീത്ത് ഇൻ, നിങ്ങളുടെ ശ്വാസകോശത്തിലേക്ക് ബ്ലൂ കളർ അവിടെ ഒന്നായിട്ട് വ്യാപിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ടെൻഷൻ, വേദനയുള്ള ഭാഗത്തേക്കൊക്കെ എന്താക്കുന്നു? ഈ ബ്ലൂ കളർ ഇങ്ങനെ വ്യാപിക്കുകയാണ്. ഒരു കോൺട്രാസ്റ്റ് CT സ്കാനൊക്കെ ചെയ്യുന്നത് പോലെ ഇതിങ്ങനെ വ്യാപിക്കുകയാണ്. മൊത്തം ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും ഈ നീല കളർ. ഈ തിന്ന് ചെയ്തപ്പോൾ നിങ്ങൾ ശാന്തതയുടെ ബ്ലൂ കളർ വ്യാപിച്ചെങ്കിൽ നിങ്ങൾ ബ്രീത്ത് ഔട്ട്, പുറത്തോട്ട് വിടുമ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള സമ്മർദ്ദങ്ങൾ, ടെൻഷന്, നിങ്ങളുള്ള ആശങ്കകൾ, ഇതെല്ലാം നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പം, എക്സേൽ ചെയ്യുമ്പം ആ യെല്ലോ കളറായിട്ട് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നതായിട്ട് നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്യുക. യെല്ലോ കളറിൽ നിങ്ങൾ ആശങ്കകൾ, ടെൻഷന്, ഉത്കണ്ഠ, ദേഷ്യം, നിങ്ങളുണ്ടാക്കുന്ന അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അതിലൂടെ ഇങ്ങോട്ട് പുറത്തോട്ട് പോകുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളിതിങ്ങനെ പല തവണകളായിട്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പോയി വരുന്നവരെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് ആവശ്യമുള്ള എപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ബൈ.